ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മുടെ പഠന പരമ്പരയുടെ ഭാഗമായി തിരുവചനത്തിൽ സർവശക്തനായ യഹോവയായ ഏകസത്യ ദൈവത്തെ പറ്റിയുള്ള പരാമർശനങ്ങൾ നാം ചിന്തിച്ചും പഠിച്ചും വരികയാണല്ലോ. നമുക്ക് തുടർന്ന് ഇന്ന് ആമോസ് തുടങ്ങിയുള്ള പ്രവാചകന്മാരുടെ പുസ്തകങ്ങളിലൂടെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്ന തിരുവചന ഭാഗങ്ങളുടെ ചില കാര്യങ്ങൾ ധ്യാനിക്കാനും ചിന്തിക്കാനും പഠിക്കാനും സർവശക്തൻ കൃപ ചെയ്യട്ടെ. ആമോസിൻ്റെ പുസ്തകത്തിലേക്ക് വന്നാൽ അതിൻ്റെ 7-ാം അധ്യായത്തിൽ നമുക്കറിയാം, പുരോഹിതനായ അമസ്യാവ് ഇസ്രായേൽ രാജാവിനോട് ആമോസിനെ പറ്റി വിരോധമായി സംസാരിക്കുന്നു. അത് ആമോസ് പ്രവാചകന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന് നമുക്കറിയാം. അപ്പോൾ രാജാവ് ചില കാര്യങ്ങളൊക്കെ ആമോസ് പ്രവാചകനോട് പറഞ്ഞു. അപ്പോൾ ആമോസ് പ്രവാചകൻ മറുപടി പറയുന്ന വാക്യം 14-ാം വാക്യത്തിൽ നമുക്ക് കാണാം. ആമോസ് 7-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു: അതിന് ആമോസ് അമസ്യാവോട്, ഞാൻ പ്രവാചകനല്ല, പ്രവാചക ശിഷ്യനുമല്ല, ഇടയനും കാട്ടത്തിപ്പഴം പെറുക്കുന്നവനുമത്രേ. ഞാൻ ആടുകളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ യഹോവ എന്നെ പിടിച്ച്, നീ ചെന്ന് എൻ്റെ ജനമായ ഇസ്രായേലിനോട് പ്രവചിക്കുക എന്ന് യഹോവ എന്നോട് കൽപ്പിച്ചു എന്ന് ഉത്തരം പറഞ്ഞു. ആകയാൽ നീ യഹോവയുടെ വചനം കേൾക്ക, ഇസ്രായേലിനെ കുറിച്ച് പ്രവചിക്കരുത് തുടങ്ങിയുള്ള വാക്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നതിന് ചുരുക്കം ഇത്രയേ ഉള്ളൂ. ഒരു അറിയപ്പെടുന്ന വലിയ പേരെടുത്ത പ്രവാചകനോ മറ്റൊന്നും ആയിരുന്നില്ലെങ്കിൽ പോലും ആമോസിനെ ദൈവം ഉപയോഗിച്ച വഴികളും വിധങ്ങളും അത് മാത്രമേ ഞാൻ പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ആ 7-ാം അധ്യായം ദൈവജനം വായിച്ച് ധ്യാനിക്കണമേ എന്ന് പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുകയാണ്. അതുപോലെ 8-ാം അധ്യായവും 9-ാം അധ്യായവും തെറ്റിനെ ശിക്ഷിക്കാതെ വിടാത്തൊരു ദൈവത്തെ പറ്റി നമുക്ക് കാണാം. നീതിയായ ദൈവം നീതിയായതുകൊണ്ട് ദൈവത്തിന് നീതി പ്രവർത്തിച്ചേ പറ്റൂ. അതുകൊണ്ട് തെറ്റ് ചെയ്താൽ കണ്ണടയ്ക്കുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. ധാരാളം തിരുവചന ഭാഗങ്ങൾ അതിനോടുള്ള ബന്ധത്തിലുണ്ടെങ്കിലും ഞാൻ അതിലേക്ക് കിടക്കാൻ തൽക്കാലം ആഗ്രഹിക്കുന്നില്ല. അത് വിസ്താരമായി നീണ്ടുപോകുമെന്നതുകൊണ്ട്. ദാവീദിൻ്റെ ചരിത്രം എല്ലാവർക്കും അറിയാമല്ലോ. ദാവീദ് പാപം ചെയ്തു, താൻ അനുദപിച്ചു, തൻ്റെ തെറ്റ് മനസ്സിലാക്കി അനുദപിച്ചെങ്കിലും തനിക്കൊരു കുഞ്ഞുണ്ടായി. ആ കുഞ്ഞ് രക്ഷപ്പെടാൻ വേണ്ടി, അതിൻ്റെ രോഗസൗഖ്യത്തിന് വേണ്ടി ഉപസിച്ച് പ്രാർത്ഥിച്ചെങ്കിലും ദൈവം പ്രാർത്ഥന കേട്ടില്ല. കുഞ്ഞ് മരിച്ചുപോയ ചരിത്രം നമുക്കറിയാമല്ലോ. അത് ദൈവം പാപത്തിന് ശിക്ഷ കൊടുക്കുന്ന ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറഞ്ഞതിനെ സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. അതുപോലെ പൗലോസ് അപ്പോസ്തലനൊരു ഭാഗത്ത് പറയുന്നുണ്ട്, എൻ്റെ സഭയ്ക്ക് വേണ്ടിയുള്ള കഷ്ടങ്ങളുടെ കുറവ് ഞാൻ എൻ്റെ ശരീരത്തിൽ വഹിക്കുന്നു എന്ന അർത്ഥം വരുന്ന ഒരു വാക്യം പൗലോസ് എവിടെയോ പറയുന്നുണ്ട്. റെഫറൻസ് കൃത്യമായിട്ട് എൻ്റെ ഓർമ്മയിൽ വരുന്നില്ല. ദൈവജനത്തിന് ഭാഗം പരിചിതമായിരിക്കുമെന്ന് ഞാൻ കണക്കുകൂട്ടുകയാണ്. ഏതായാലും ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ ആശയം ഇത്രയേ ഉള്ളൂ. ദൈവം നമ്മുടെ പാപം ക്ഷമിക്കും എന്നത് സത്യമാണ്. അനുദപിച്ച കണ്ണുനീരോട് നിലവിളിച്ചാൽ ഏത് പാപവും അത് കടുംചുവപ്പായാലും ഹിമം പോലെ വെളുപ്പിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം സത്യമാണ്. ഞാനത് നിഷേധിക്കുന്നില്ല. പക്ഷേ നമുക്ക് പല ഗുരുതരമായ വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ ദൈവക്രോധം ജനിപ്പിക്കുന്ന നിലയിലുള്ള പാപം ചെയ്താൽ അതിൻ്റെ ശിക്ഷ ഇഹത്തിൽ വെച്ച് തന്നെ പല നിലവാരത്തിൽ നാം അനുഭവിക്കേണ്ടി വരാൻ സാധ്യതയുണ്ട് എന്നാണ് തിരുവചനത്തിലൂടെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം. അതുകൊണ്ട് ഞാൻ ആ ഭാഗം അവിടെ വിടുകയാണ്. ദൈവജന ആ വിഷയങ്ങൾ ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞ് തൽക്കാലം ഞാൻ ആ ഭാഗം വിടുന്നു. നമുക്ക് ഓബദ്യാവിൻ്റെ പുസ്തകത്തിലേക്ക് വന്നാൽ അതിൻ്റെ 15-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. ഓബദ്യാവിൻ്റെ പുസ്തകം അതിൻ്റെ 15-ാം വാക്യം: സകല ജാതികൾക്കും യഹോവയുടെ നാൾ എടുത്തിരിക്കുന്നു, നീ ചെയ്തിരിക്കുന്നത് പോലെ നിന്നോടും ചെയ്യും, നിന്റെ പ്രവൃത്തി നിന്റെ തലമേൽ തന്നെ മടങ്ങി വരും. വാക്യം വിശേഷാൽ ഒന്നും പ്രത്യേകിച്ച് വിശദീകരണം ആവശ്യമില്ലല്ലോ. അത് വളരെ പ്രസക്തമായൊരു ചിന്തയാണ് എന്ന് പറഞ്ഞ് ഞാൻ ആ ഭാഗം അവിടെ വിടുകയാണ്. നമുക്ക് യോനാ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് വന്നാൽ
അതിൻ്റെ 1-16 വാക്യം, 1-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. അവിടെ ഇങ്ങനെ കാണുന്നല്ലോ: അപ്പോൾ അവർ യഹോവയെ അത്യന്തം ഭയപ്പെട്ടു, യഹോവയ്ക്ക് യാഗം കഴിച്ചു, നേർച്ചകളും നേർന്നു. യോനായെ വിഴുങ്ങേണ്ടതിന് യഹോവ ഒരു മഹാമത്സ്യത്തെ കൽപ്പിച്ചാക്കിയിരുന്നു. അങ്ങനെ യോന 3 രാവും 3 പകലും മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്നു. ആ ഭാഗങ്ങളൊക്കെ നമുക്ക് സുപരിചിതമാണ്. ഞാനൊരു വിശദീകരണത്തിലേക്ക് കിടക്കാൻ ആഗ്രഹിക്കുന്നില്ല. 2-ാം അധ്യായത്തിൻ്റെ 9-10 വാക്യങ്ങൾ കൂടി നമുക്ക് വായിക്കാം. ഞാനോ സ്തോത്രനാദത്തോടെ നിനക്ക് യാഗമർപ്പിക്കും, നേർന്നിരിക്കുന്നത് ഞാൻ കഴിക്കും. രക്ഷ യഹോവയുടെ പക്കൽ നിന്ന് വരുന്നു. എന്നാൽ യഹോവ മത്സ്യത്തോട് കൽപ്പിച്ചിട്ട് അത് യോനായെ കരയ്ക്ക് ഛർദ്ദിച്ചു കളഞ്ഞു. നമുക്ക് 3-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം കൂടി ഒന്ന് വായിക്കാം. ഇതൊക്കെ ദൈവജനം ചിന്തിച്ചാൽ മതി. ഞാൻ പ്രത്യേകിച്ച് വിശദീകരണം ആവശ്യമില്ലാത്തതുകൊണ്ടാണ് മറ്റു കാര്യങ്ങളൊന്നും പറയാതെ പോകുന്നത്. യോനായുടെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം: അവർ ദുർമാർഗം വിട്ടുതിരിഞ്ഞു എന്ന് ദൈവം അവരുടെ പ്രവൃത്തികളാൽ കണ്ടപ്പോൾ താൻ അവർക്ക് വരുത്തുമെന്ന് അരുളി ചെയ്തിരുന്ന അനർത്ഥത്തെക്കുറിച്ച് ദൈവം അനുതപിച്ചു, അത് വരുത്തിയതുമില്ല. ഇതാണ് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ മധുരം. 4-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം കൂടി നമുക്ക് വായിക്കാം ചേർന്നതിനോട്: എന്നാൽ വലങ്കൈയും ഇടങ്കൈയും തമ്മിൽ തിരിച്ചറിഞ്ഞുകൂടാത്ത 1,10,000 പരം ചില്ലുവാനം മനുഷ്യരും അനേകം മൃഗങ്ങളുമുള്ള മഹാനഗരമായ നിനവയോട് എനിക്ക് അയ്യോഭാവം തോന്നരുതോ എന്ന് ചോദിച്ചു. ദൈവം യോനോട് ചോദിക്കുന്ന ചോദ്യമാണല്ലോ, നമുക്കറിയാമല്ലോ. ഇങ്ങനെയുള്ള മനസ്സരിവുള്ള മഹോന്നതനായ മഹാദൈവത്തിൻ്റെ സ്നേഹം എത്ര വലുത്! അത് തിരിച്ചറിഞ്ഞ് ആ ദൈവത്തെ സ്നേഹിപ്പാൻ, ആ ദൈവത്തോട് ചേർന്നിരിപ്പാൻ സർവശക്തൻ നമ്മെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുകയാണ്. തുടർന്ന് നമുക്ക് മീഖാ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് വന്നാൽ അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 3-4 വാക്യങ്ങൾ നമുക്ക് ഒന്ന് ശ്രദ്ധിക്കാം. യഹോവ തൻ്റെ സ്ഥലത്തു നിന്ന് പുറപ്പെട്ട് ഇറങ്ങി ഭൂമിയുടെ ഉന്നതകളിന്മേൽ നടകൊള്ളുന്നു. തീയുടെ മുൻപിൽ മെഴുകുപോലെയും കിഴുക്കാൻ തൂക്കത്തിൽ ചാടുന്ന വെള്ളം പോലെയും പർവ്വതങ്ങൾ അവൻ്റെ കീഴിൽ ഒഴുകുകയും താഴ്വരകൾ പിളർന്നു പോവുകയും ചെയ്യുന്നു. ദൈവശക്തിയുടെ അളവറ്റ വ്യാപാരം വെളിപ്പെടുന്ന വചനങ്ങൾ പ്രത്യേകിച്ചൊരു വിശദീകരണം ആവശ്യമില്ലല്ലോ ദൈവമക്കളെ. നമുക്ക് മീഖാ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിലേക്കൊന്ന് വന്നാൽ അതിങ്ങനെ വായിക്കുന്നല്ലോ: എൻ്റെ ജനത്തെ തെറ്റിച്ചു കളയുകയും പല്ലിന് കടിപ്പാൻ വല്ലതും ഉണ്ടെങ്കിൽ സമാധാനം പ്രസംഗിക്കുകയും അവരുടെ വായിൽ ഒന്നും ഇട്ടുകൊടുക്കാത്തവൻ്റെ നേരെ വിശുദ്ധ യുദ്ധം ഘോഷിക്കുകയും ചെയ്യുന്ന പ്രവാചകന്മാരെക്കുറിച്ച് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. വിശദീകരണം ആവശ്യമില്ലല്ലോ, നിങ്ങളിൽ പലരും അനുഭവസ്ഥരായിരിക്കും. ഞാനൊരു വിശദീകരണം ഒന്നും അതിനെപ്പറ്റി പറയാൻ ആഗ്രഹിക്കുന്നില്ല. തുടർന്ന് നമുക്കതിൻ്റെ അടുത്ത വാക്യങ്ങൾ കൂടി വായിക്കാം. അതിൻ്റെ 6 മുതൽ ചില വാക്യങ്ങൾ കൂടി വായിക്കുന്നത് ചിന്തിക്കുന്നത് നന്നായിരിക്കും. അതുകൊണ്ട് ആ വാക്യങ്ങൾ വായിച്ചു വിടുന്നതേ ഉള്ളൂ. ദൈവജനം വായിക്കുകയും ധ്യാനിക്കുകയും അത് ശ്രദ്ധിക്കുകയും അതിൻ്റെ പരിശുദ്ധാത്മാവിൽ അതിൻ്റെ അർത്ഥം ഗ്രഹിക്കുകയും ചെയ്യണമേ എന്ന് ഓർപ്പിച്ച് നമുക്ക് ആ ഭാഗത്തിലൂടെ ഒന്ന് ഓടിച്ചു പോകാം. അതുകൊണ്ട് നിങ്ങൾക്ക് ദർശനമില്ലാത്ത രാത്രിയും ലക്ഷണം പറവാൻ കഴിയാത്ത ഇരുട്ടുമുണ്ടാകും. പ്രവാചകന്മാർക്ക് സൂര്യൻ അസ്തമിക്കുകയും പകൽ ഇരുണ്ടു പോവുകയും ചെയ്യും. അപ്പോൾ ദർശകന്മാർ ലജ്ജിക്കും, ലക്ഷണം പറയുന്നവർ നാണിക്കും. ദൈവത്തിൻ്റെ ഉത്തരം ഇല്ലായ്ക കൊണ്ട് അവരൊക്കെയും വായ് പൊത്തും. എങ്കിലും ഞാൻ യാക്കോബിനോട് അവൻ്റെ അതിക്രമം, ഇസ്രായേലിനോട് അവൻ്റെ പാപവും പ്രസ്താവിക്കേണ്ടതിന് യഹോവയുടെ ആത്മാവിനാൽ ശക്തിയും ന്യായവും വീര്യവും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ന്യായം വെറുക്കുകയും ചൊവ്വുള്ളതൊക്കെയും വളച്ചു കളയുകയും ചെയ്യുന്ന യാക്കോബ് ഗ്രഹത്തിൻ്റെ തലവന്മാരും ഇസ്രായേൽ ഗ്രഹത്തിൻ്റെ അധിപതിമാരുമായുള്ളവരേ, ഇത് കേൾപ്പേൻ. അവർ സിയോനെ രക്തപാതകം കൊണ്ടും യെരൂശലേമിനെ ദ്രോഹം കൊണ്ടും പണിയുന്നു.
അതിലെ തലവന്മാർ സമ്മാനം വാങ്ങി ന്യായം വിധിക്കുന്നു. അതിലെ പുരോഹിതന്മാർ കൂലി വാങ്ങി ഉപദേശിക്കുന്നു. അതിലെ പ്രവാചകന്മാർ പണം വാങ്ങി ലക്ഷണം പറയുന്നു. എന്നിട്ടും അവർ യഹോവയെ ചാരി, യഹോവ നമ്മുടെ ഇടയിൽ ഇല്ലയോ, അനർത്ഥം നമുക്ക് വരികയില്ല എന്ന് പറയുന്നു. അതുകൊണ്ട് നിങ്ങളുടെ നിമിത്തം സിയോനെ വയൽ പോലെ ഒഴും, യെരൂശലേം കൽക്കുന്നുകളും ആലയത്തിൻ്റെ പർവ്വതം കാട്ടിലെ മേടുകൾ പോലെയും ആയിത്തീരും. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നാം കാണുന്ന പ്രവാചകന്മാരും ശുശ്രൂഷകരുമൊക്കെ ചെയ്യുന്ന വേലത്തരങ്ങളുടെ ഒരു നഗ്നമായ ചിത്രമാണ് പ്രവാചകൻ ആത്മാവിൽ അന്ന് പരിശുദ്ധാത്മാവിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ദൈവജനം അവരവരുടെ അനുഭവങ്ങളും ഇന്നത്തെ സാഹചര്യങ്ങളൊക്കെ വിലയിരുത്തി അതിനെ വേണ്ടവണ്ണം മനസ്സിലാക്കി അതിനനുസരിച്ച് നീങ്ങൂ എന്ന് പറഞ്ഞ് ഞാൻ ആ ഭാഗം അവിടെ വിടുകയാണ്. അതിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിലേക്ക് വന്നാൽ, അന്ത്യകാലത്തെ യഹോവയുടെ ആലയമുള്ള പർവ്വതങ്ങളുടെ ശിഖരത്തിൽ സ്ഥാപിതവും കുന്നുകൾക്ക് മീതെ ഉന്നതവുമായിരിക്കും. ജാതികൾ അതിലേക്ക് ഒഴുകിച്ചെല്ലും. അനേക വംശങ്ങളും ചെന്ന് വരുവിൻ, നമുക്ക് യഹോവയുടെ പർവ്വതത്തിലേക്കും യാക്കോബിൻ ദൈവത്തിൻ്റെ ആലയത്തിലേക്കും കയറി ചെല്ലാം. അവൻ നമുക്ക് തൻ്റെ വഴികളെ ഉപദേശിച്ചു തരികയും നാം അവൻ്റെ പാതകളിൽ നടക്കുകയും ചെയ്യും എന്ന് പറയും. സിയോനിൽ നിന്ന് ഉപദേശവും യെരൂശലേമിൽ നിന്ന് യഹോവയുടെ വചനവും പുറപ്പെടും. അവൻ അനേക ജാതികളുടെ ഇടയിൽ ന്യായം വിധിക്കുകയും ബഹുവംശങ്ങൾക്ക് ദൂരത്തോളം വിധി കൽപ്പിക്കുകയും ചെയ്യും. അവർ അങ്ങനെ വാളുകളെ കൊഴുക്കളായും കുന്തങ്ങളെ വാക്കത്തികളായും അടിച്ചു തീർക്കും. ജാതിക്ക് നേരെ വളവും ഓങ്ങുകയില്ല. അവർ ഇനി യുദ്ധം അഭ്യസിക്കുകയുമില്ല. അവർ ഓരോരുത്തരും അപ്പോൾ ഇതേ വാക്യം തന്നെ നമുക്ക് യെശയ്യാവിൻ്റെ പുസ്തകത്തിലെ 2-ാം അധ്യായത്തിലെ വ്യക്തമായിട്ട് ഇതുപോലെ തന്നെ എഴുതിയിരിക്കുകയാണ്. 2-ാം അധ്യായത്തിൽ 2 മുതൽ 4 വരെയുള്ള 2, 3, 4 വാക്യങ്ങളിലൂടെ ഇതേ വാക്യം ഏകദേശം ഇതുപോലെ തന്നെ ആവർത്തിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അത് ഉറപ്പിച്ച് സ്ഥിരീകരിച്ച് പറയുന്ന ഒരു വിഷയമായിട്ട് നമുക്ക് കാണാം. 2 പ്രവാചകന്മാർ ഒരുപോലെ വാക്കുകൾക്ക് പോലും വ്യത്യാസമില്ല. നേരിയ 1-2 വാക്കുകളുടെ ചില വ്യത്യാസം മാത്രമേ ഉള്ളൂ. ബാക്കി അതുപോലെ ആവർത്തിച്ചിരിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയും. അതിൻ്റെ ഗൗരവം മനസ്സിലാക്കി അതിൻ്റെ ആഴങ്ങളിലേക്ക് നമുക്ക് കടന്നു വരാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഭാവി കാലത്ത് സംഭവിക്കുന്ന വിഷയങ്ങളാണ്. എനിക്ക് തോന്നുന്നത് ഇത് 1000 ആണ്ട് വാഴ്ചയുടെ കാലത്ത് സംഭവിക്കുന്ന ഒരനുഭവമാണോ എന്നെനിക്ക് സംശയമുണ്ട്. ഏതായാലും ദൈവജനം ആ വിഷയങ്ങൾക്ക് ഗൗരവമായി ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യണമേ എന്ന് പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുകയാണ്. ഇത്ര ഗൗരവമായി 2 പ്രവാചക പുസ്തകങ്ങളിലും ഒരുപോലെ ആവർത്തിക്കപ്പെട്ടത് നമുക്ക് ഒരിക്കലും അവഗണിക്കാനാവില്ലല്ലോ. വളരെ ഗൗരവമായി നമുക്ക് ആ വിഷയം കാണാം. വീണ്ടും നമുക്ക് മീഖാപ്രവാചകൻ്റെ പുസ്തകം തന്നെ അതിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാം. ഇപ്പോൾ പടക്കൂട്ടങ്ങളുടെ മകളെ, പടക്കൂട്ടമായി കൂടുക, അവൻ നമ്മുടെ നേരെ വാടകോരുന്നു. ഇസ്രായേലിൻ്റെ ന്യായാധിപതിയെ അവർ വടികൊണ്ട് ചെകിട്ടത്തടിക്കുന്നു. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. ഇസ്രായേലിൻ്റെ ന്യായാധിപതിയെ അവർ വടികൊണ്ട് ചെകിട്ടത്ത് അടിക്കുന്നു. നീയോ ബത്ലേഹം എഫ്രാത്തേ, നീ യഹൂദാ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രായേലിന് അധിപതിയായിരിക്കേണ്ടുന്നവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. അവൻ്റെ ഉത്ഭവം പണ്ടേ ഉള്ളതും പുരാതനമായതും തന്നെ. അതുകൊണ്ട് പ്രസവിക്കാനുള്ളവൾ പ്രസവിക്കുവോളം അവൻ അവരെ ഏൽപ്പിച്ചു കൊടുക്കും. അവൻ്റെ സഹോദരന്മാരിൽ ശേഷിപ്പുള്ളവർ ഇസ്രായേൽ മക്കളുടെ അടുക്കൽ മടങ്ങി വരും. അവിടെ ഈ വാക്യങ്ങൾ യേശുക്രിസ്തുവിനെ പറ്റിയുള്ള പ്രവചനമാണ് എന്ന് നമുക്ക് സംശയാതീതമായി ചിന്തിക്കാമെന്നാണ്
എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് അതിൻ്റെ 1-ാം വാക്യത്തിൽ ഇസ്രായേലിൻ്റെ ന്യായാധിപതിയെ അവർ വടികൊണ്ട് ചെകിട്ടത്ത് അടിക്കുന്നു എന്ന പദം നോക്കൂ. യേശുക്രിസ്തുവിനെ അടിക്കുന്ന ഭാഗം. പിന്നെ നീയോ ബെത്ലഹേം എഫ്രാത്തേ, യഹൂദാ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രായേലിന് അധിപതിയായിരിക്കേണ്ടുന്നവൻ. ആ പദം ശ്രദ്ധിക്കൂ. ഇസ്രായേലിന് അധിപതിയായിരിക്കേണ്ടുന്നവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. എനിക്ക് അതാരാ? അത് ചിന്തിക്കൂ ദൈവമക്കളെ, ആ വിഷയമൊക്കെ ചിന്തിക്കൂ. എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. എഫ്രാത്തെ, ഈ ബെത്ലഹേമിൽ നിന്ന് ഉത്ഭവിച്ചു വരുമെന്ന്. അതിൻ്റെ അടുത്ത വാക്യം അതിനേക്കാൾ ഗൗരവമായി ചിന്തിക്കേണ്ട വാക്യമാണ്. അവൻ്റെ ഉത്ഭവം പണ്ടേ ഉള്ളതും. ആ പദവും ശ്രദ്ധിക്കൂ. അവൻ്റെ ഉത്ഭവം പണ്ടേ ഉള്ളതും പുരാതനമായതും തന്നെ. അതിലെ രണ്ടാമത്തെ വാക്യത്തിലെ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും എന്നുള്ള വാക്യമൊക്കെ നമ്മൾ ഗൗരവമായി ചിന്തിച്ച് മനസ്സിലാക്കി ഗ്രഹിച്ചു വായിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും. യഹോവയായ ദൈവം, യേശുക്രിസ്തുവിൻ്റെ പിതാവായ ദൈവം, ആ പിതാവിൽ നിന്ന് ജനിച്ച മകനാണ് യേശുക്രിസ്തു എന്ന് വളരെ സ്പഷ്ടമാണ്. കാരണം ഇവിടെ കൃത്യമായിട്ട് പറയുകയാണ് അവൻ്റെ ഉത്ഭവം പണ്ടേ ഉള്ളതാണെന്ന്. അനാദിയിലുള്ളതാണത്. അതിന് കൃത്യമായി വ്യക്തമായി പറയുകയല്ലേ. അതുകൊണ്ട് യേശുക്രിസ്തുവിനൊരു ഉത്ഭവമുണ്ട് എന്ന്, അല്ലെങ്കിൽ ഒരു ആരംഭമുണ്ട് എന്ന് തിരുവചനം വ്യക്തമായി നമ്മെ പഠിപ്പിക്കുകയല്ലേ. നമുക്കറിയാമല്ലോ, സദൃശ്യവാക്യം നമ്മൾ ചിന്തിച്ചതാണ്. 8-ാം അധ്യായം 22-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നില്ലേ, യഹോവ പണ്ടുപണ്ടേ തൻ്റെ വഴിയുടെ ആരംഭമായി തൻ്റെ പ്രവൃത്തികളുടെ ആദ്യമായി എന്നെ ഉളവാക്കി എന്ന് വചനം വ്യക്തമായി എഴുതി വച്ചിരിക്കുകയല്ലേ. അത് യേശുക്രിസ്തുവിനെ പറ്റിയുള്ള പ്രവചനമല്ലേ, കൃത്യമായ വാക്യങ്ങൾ. അപ്പോൾ ആരംഭമുണ്ടെങ്കിൽ അത് ദൈവമാകില്ലല്ലോ. അതുകൊണ്ട് തന്നെ യേശു ദൈവമല്ലെന്നും യേശു ദൈവത്തിൻ്റെ പുത്രനാണെന്നും സ്പഷ്ടമല്ലേ. യേശുക്രിസ്തു തന്നെ പറയുന്നുണ്ടല്ലോ, ഞാൻ അബ്രഹാമിന് മുൻപുമുണ്ട് എന്ന് പറയുന്ന ഭാഗം നമുക്കറിയാം. യോഹന്നാന്റെ സുവിശേഷം കൃത്യമായിട്ട് കർത്താവ് തന്നെ പറഞ്ഞ വാക്യമല്ലേ. അതിൻ്റെ അർത്ഥം യേശു ഉണ്ടായിരുന്നു, അത് സത്യമാണ്. സൃഷ്ടിയുടെ ആരംഭം യേശുക്രിസ്തുവിനെയാണ് ദൈവം ആദ്യം സൃഷ്ടിച്ചത്. അതിനുശേഷമാണ് പ്രപഞ്ചത്തിൻ്റെ സർവ്വ സൃഷ്ടികളും ദൈവം നടത്തുന്നത്. അതുകൊണ്ട് യേശുക്രിസ്തു, ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ ആശയം ഇതേ ഉള്ളൂ, യഹോവയായ സൈന്യങ്ങളുടെ ദൈവമായ സത്യദൈവം, ഏക സത്യദൈവം, അത് മാത്രമാണ് ദൈവം. യേശുക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനാണ്. സ്വർഗത്തിലും ഭൂമിയിലും ദൈവം കൊടുത്ത ദൈവിക അധികാരം ഉള്ള ദൈവത്തിൻ്റെ പുത്രൻ തന്നെയാണ്, ഒരു സംശയമില്ല. നമുക്ക് വീണ്ടെടുപ്പ് വില കൊടുത്തത്, തൻ്റെ പ്രാണൻ കൊടുത്തതിൻ്റെ ശരീരം, തൻ്റെ മുഴുവൻ നമുക്ക് വേണ്ടി വില കൊടുത്ത് നമ്മെ വീണ്ടെടുത്ത് രക്ഷിച്ച നമ്മുടെ രക്ഷിതാവാണ് യേശുക്രിസ്തു. വീണ്ടെടുപ്പുകാരൻ സത്യദൈവവും വീണ്ടെടുപ്പ് വില യേശുക്രിസ്തുവാണ് എന്ന് നമ്മൾ ഇടയ്ക്ക് ചിന്തിച്ചതാണല്ലോ. ഞാൻ ഇനി ആ ഭാഗത്തേക്ക് അധികം കിടക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ ഈ മീഖാ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ യേശുക്രിസ്തുവിനെ പറ്റിയുള്ളൊരു പ്രവചനമാണ് എന്നാണ് എൻ്റെ ധാരണ, എനിക്ക് മനസ്സിലാകുന്നത്. അത് മറ്റു വാക്യങ്ങളുമായി ഒക്കെ കൂട്ടി വായിക്കുമ്പോൾ യേശുക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനാണ്, പക്ഷെ ദൈവമല്ല. ദൈവം ഏകനാണ്, ഏകസത്യ ദൈവമാണ് എന്ന് വചനം അസന്നിഗ്ധമായി സംശയരഹിതമായി നമ്മെ ബോധ്യപ്പെടുത്തുന്നു എന്ന കാര്യം ഓർപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഭാഗം എടുത്ത് സംസാരിച്ചത്. അതുകൊണ്ട് ദൈവജനമേ, നമുക്ക് അബദ്ധം പറ്റാതിരിക്കേണ്ടതിന് ഈ വിഷയങ്ങൾ ഗൗരവമായി കാണുക. അതിൻ്റെ 4-ാം വാക്യത്തിൽ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്, അവൻ നിന്ന് യഹോവയുടെ ശക്തിയോടും, ആ പദമൊക്കെ നോക്കൂ, അവൻ നിന്ന് യഹോവയുടെ ശക്തിയോടും തൻ്റെ ദൈവമായ യഹോവയുടെ നാമത്തിൻ്റെ മഹിമയോടും കൂടെ മേയിക്കും. ആ പദവും ശ്രദ്ധിച്ചു നോക്കിക്കേ. അവൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് യേശുക്രിസ്തുവിനെ, ഈ അവൻ എന്ന് ഉദ്ദേശിക്കുന്നത് യേശുക്രിസ്തുവിനെ പറ്റിയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. മറിച്ച് ആർക്കെങ്കിലും അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ എനിക്ക് ഒന്നും പറയാനില്ല. എനിക്ക് ബോധ്യമായതും വ്യക്തമായും മനസ്സിലായതും ഈ അവൻ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് യേശുക്രിസ്തുവിനെ പറ്റിയാണ്. ആ യേശുക്രിസ്തു യഹോവയുടെ ശക്തിയോടും തൻ്റെ ദൈവമായ യഹോവയുടെ നാമത്തിൻ്റെ മഹിമയോടും കൂടെ മേയിക്കും. 1000 ആണ്ട് വായിച്ച് നടക്കുന്ന കാര്യമാണ്. അവൻ നിമിത്തം അവൻ നിർഭയം വസിക്കും, അവനെന്ന് ഭൂമിയുടെ അറ്റങ്ങളോളം മഹാനുമല്ലോ. ഉണ്ടോ? അവൻ സമാധാനമാകും.
ദൈവത്തിന് സ്തോത്രം. ഈ വാക്യങ്ങളൊക്കെ ഇനി ഞാൻ കൂടുതൽ വിശദീകരണത്തിലേക്ക് കിടക്കാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവജനം ഈ വിഷയങ്ങൾ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ച് ധ്യാനിച്ചു നോക്കൂ. എന്താണ് പരിശുദ്ധാത്മാവ് നമ്മെ ഗ്രഹിപ്പിക്കുന്നത് എന്നുള്ളത് അനുസരിച്ച് അത് ഏറ്റെടുക്കുകയും അത് അനുസരിച്ച് നമുക്ക് ജീവിപ്പാൻ ദൈവമിടയാക്കുകയും ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ആ ഭാഗം ഇടപെടുകയാണ്. ഒരു കാര്യം വളരെ വിനയത്തോടെ എൻ്റെ ശ്രോതാക്കളെ ഞാൻ ഓർപ്പിക്കട്ടെ. ആദാമിനെയും ഹവ്വായെയും ദൈവദേശം നിറഞ്ഞിരുന്ന അവരെ ചതിച്ച പിശാച്, വഞ്ചിച്ച പിശാച് ഹവ്വായെ ഉപായത്തിൽ ചതിച്ചതുപോലെ നമ്മെയും ചതിക്കുവാൻ, വഞ്ചിക്കുവാൻ വചനം തന്നെ ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകട്ടെ. ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയട്ടെ, വചനം വായിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവിൽ അത് വിവേചിച്ച് ദൈവവചനത്തോട് പൊരുത്തപ്പെടുന്നുണ്ടോ, ദൈവവചന ബന്ധിയായി തന്നെയാണോ എന്നൊക്കെ ശോധന ചെയ്ത് ഉൾക്കൊള്ളേണ്ടത് മാത്രം ഉൾക്കൊള്ളുകയും ഏറ്റെടുക്കേണ്ടത് മാത്രം ഏറ്റെടുക്കുകയും ചെയ്യണമേ എന്ന് വിനയത്തോടെ വീണ്ടും ഓർപ്പിക്കുകയാണ്. അല്ലെങ്കിൽ നാം വഞ്ചിക്കപ്പെടും, കബളിപ്പിക്കപ്പെടും. അതുകൊണ്ട് വളരെ ഗൗരവമായി കാണേണ്ട വിഷയമാണ്. ആവേശത്തോടെ മനുഷ്യനെ കബളിപ്പിക്കത്തക്കവണ്ണം നമ്മൾ ആമോസിൻ്റെ പുസ്തകത്തിൽ ചിന്തിച്ചല്ലോ, നമ്മളെ വഞ്ചിക്കുന്ന തരത്തിലുള്ള വ്യാഖ്യാനങ്ങളും ആവേശപ്രകടനങ്ങളും പല തന്ത്രങ്ങളുമൊക്കെ പലരും പ്രയോഗിച്ചെന്ന് വരാം. എന്നാൽ അതിൽ നാം കുടുങ്ങിപ്പോകരുത്. പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ തന്നെ സത്യം തിരിച്ചറിഞ്ഞ് സത്യത്തിന് വേണ്ടി നിൽക്കണമേ. ഈ അന്ത്യകാലത്ത് നമുക്കറിയാം, കാലമൊക്കെ എൻ്റെ അവസാനത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. ഈ തിരുവചന ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാകുന്നുണ്ടല്ലോ. സംശയാതീതമായി അന്ത്യകാലത്തിൻ്റെ എല്ലാ ലക്ഷ്യങ്ങളും നമ്മളെ കൃത്യമായി ബോധ്യപ്പെടുത്തുന്നുണ്ട്. അതിൻ്റെ ഞാൻ ഓരോ വാക്യങ്ങളും ഞാനെടുത്ത് ഓരോന്നിനും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവജനം ബൈബിൾ വായിക്കുന്നവരല്ലേ. അപ്പം അതുകൊണ്ട് വളരെ സൂക്ഷ്മതയോടെ ഈ നാളുകളിൽ നമുക്കായിരിക്കാം. ഈ ഭാഗം ഇവിടെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് അടുത്ത ചിന്തയുമായി അടുത്ത ഭാഗത്തിൽ കേൾക്കാം. ദൈവം ഏവരെയും സഹായിക്കട്ടെ. ആമേൻ.